യുവവാണി. നാളെയുടെ നായകരെ ഇന്നേ അറിയുക. പ്രിയ യുവവാണി സുഹൃത്തുക്കളെ, റേഡിയോ ഗൈഡ് കേട്ടു പഠിച്ചെഴുതാം മത്സര പരീക്ഷകൾ. പേപ്പറും പേനയുമായി ഈ പ്രക്ഷേപണത്തിന് കാതോർക്കുക. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണി റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ IT ആൻഡ് സൈബർ ലോ അവതരിപ്പിക്കുന്നത് മത്സര പരീക്ഷാ ട്രെയിനറായ TV സന്ദീപ്. നമസ്കാരം, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. നമസ്കാരം. മത്സര പരീക്ഷകളിൽ IT-യുടെ പ്രാധാന്യം വിശദീകരിച്ചു തുടങ്ങിയാലോ? തീർച്ചയായും വിശദീകരിക്കാം. മത്സര പരീക്ഷകളിൽ IT ആൻഡ് സൈബർ ലോ എന്ന് പറയുന്നത് പ്രധാന വിഷയമാണ്. 100 മാർക്കിലെ 10 മാർക്ക് IT ആൻഡ് സൈബർ ലോ എന്ന ഭാഗത്തു നിന്നുള്ളതാണ്. അതിലുപരി ഈ IT ആൻഡ് സൈബർ ലോ നമുക്ക് 10 മാർക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന ഒന്നും കൂടെയാണ്. കാരണം മറ്റ് വിഷയങ്ങളെ പോലെയല്ല IT-യിലെ ചോദ്യങ്ങൾ കൂടുതലും ആവർത്തിച്ചു വരുന്നതായി നമ്മൾ കാണുന്നു. ചില സ്ഥിരം ഏരിയകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. PSCയുടെ മുൻവർഷ ചോദ്യങ്ങളിലൂടെ സഞ്ചരിച്ചാൽ IT-യുടെ ചോദ്യങ്ങൾ വരുന്ന മേഖലകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. IT ആൻഡ് സൈബർ ലോ എന്ന വിഷയത്തിൽ പെടുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ജനറേഷൻ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ്, സൈബർ ലോ. ഇത്തരം ഏരിയകളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നന്നായി സമഗ്രമായി പഠിക്കാൻ ശ്രമിക്കുന്ന ഏതു വ്യക്തിക്കും IT ആൻഡ് സൈബർ ലോയിലെ 10 മാർക്ക് എളുപ്പത്തിൽ നേടാൻ സാധിക്കും. ഈ 100 മാർക്കിലെ 10 മാർക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് നയിക്കുന്നത്. IT-യെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുമ്പോൾ IC ചിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഈ IC ചിപ്പുകൾ കമ്പ്യൂട്ടറിന്റെ ഏത് തലമുറയിൽപ്പെട്ടതാണ്? ഇത് സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യമാണ്. ജനറേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം, കമ്പ്യൂട്ടറിൻ്റെ ആദ്യ ജനറേഷൻ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് വാക്വം ട്യൂബ്സ് ആണ്. രണ്ടാമത്തെ ജനറേഷൻ ട്രാൻസിസ്റ്റർ ആണ്. മൂന്നാമത്തെ ജനറേഷൻ നിർമ്മിക്കാനാണ് IC ചിപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജനറേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ അറിഞ്ഞു വെക്കണം. അത് സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. വീണ്ടും പറയുകയാണ്, ആദ്യത്തെ ജനറേഷൻ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് വാക്വം ട്യൂബ്സ് ആണ്. രണ്ടാമത്തെ ജനറേഷൻ ട്രാൻസിസ്റ്റർ ആണ്. മൂന്നാമത്തെ ജനറേഷൻ IC ചിപ്പുകളാണ്. നാലാമത്തെ ജനറേഷൻ മൈക്രോ പ്രോസസ്സർ. അഞ്ചാമത്തെ ജനറേഷൻ, അതായത് കറന്റ് ജനറേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഈ സംഗതികളെല്ലാം മാറി മാറി ചോദിക്കാറുണ്ട്. ഓരോ ജനറേഷനിൽ ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടേഴ്സ്, ഡെവലപ്പ് ചെയ്ത വ്യക്തികളുടെ പേരുകൾ, ഇതൊക്കെ കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഏരിയകൾ വളരെ നന്നായി പഠിക്കണം. ഈ തലമുറകളിലെ പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഘടകവും അതിൻ്റെ കാലഘട്ടമൊക്കെ തന്നെയാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരായിരുന്നു ലോകത്തിൽ? ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ചാൾസ് ബാബേജിൻ്റെ സ്റ്റുഡൻ്റായ അഗസ്ത അഡ ലൗലേസ് ആണ്. ലോർഡ് ബൈറന്റെ മകളായിട്ടുള്ള ചാൾസ് ബാബേജിൻ്റെ സ്റ്റുഡൻ്റായ അഗസ്ത അഡ ലൗലേസ് ആണ് ആദ്യത്തെ ലേഡി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ഇത് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഹു ഈസ് കൺസിഡേർഡ് ടു ബി ദി ഫസ്റ്റ് പ്രോഗ്രാമർ എന്നുള്ളത്. അത് അഗസ്ത അഡ ലൗലേസ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ ഫാദർ ചാൾസ് ബാബേജും കമ്പ്യൂട്ടറിൻ്റെ മദറായിട്ടും ഇവർ തന്നെയാണ് അറിയപ്പെടുന്നത്. അഗസ്ത അഡ ലൗലേസ് തന്നെയാണ്. കമ്പ്യൂട്ടറിൻ്റെ ഫാദർ ചാൾസ് ബാബേജ് ആണ്, പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫാദർ അലൻ ട്യൂറിംഗ് ആണ്. ഈ അലൻ ട്യൂറിങ്ങിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കമ്പ്യൂട്ടർ സയൻസിലെ ഏറ്റവും വലിയ അവാർഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ട്യൂറിംഗ് അവാർഡാണ്. കമ്പ്യൂട്ടിങ്ങിൽ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നതും ട്യൂറിംഗ് അവാർഡാണ്. ഒരു പ്രീവിയസ് PSC ക്വസ്റ്റ്യനാണ്, ട്യൂറിംഗ് അവാർഡിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന കമ്പനി ഏതാണെന്നുള്ളത്. അത് ഗൂഗിളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിളാണ് ട്യൂറിംഗ് അവാർഡിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ഗൂഗിൾ എന്ന് പറയുന്നത് 1998 സെപ്റ്റംബർ 4 ലാറി പേജും സെർജി ബ്രിനും കൂടി ആരംഭിച്ച സെർച്ച് എഞ്ചിനാണ്. ആ ഗൂഗിളാണ് ട്യൂറിംഗ് അവാർഡിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ കാണാറുണ്ട്. കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ് എന്ന ചോദ്യം ഒരുപാട് തവണ ചോദിച്ചതാണ്. ഇതൊന്ന് പറയാമോ? ഒരു കമ്പ്യൂട്ടറിന് 2 ഭാഗങ്ങളേ ഉള്ളൂ, ഐദർ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ.
ഹാർഡ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ സ്പർശിക്കാവുന്ന ഫിസിക്കലായിട്ടുള്ള പാർട്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് നിർദ്ദേശങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ ഹാർഡ്വെയർ ഭാഗത്തിൽപ്പെട്ടതാണ് ഇൻപുട്ട് ഡിവൈസസ്, CPU ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസസ് കീബോർഡ്, മൗസ് തുടങ്ങിയ ഇൻപുട്ട് ഡിവൈസസ്. CPU എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ ബ്രെയിൻ എന്ന് പറയുന്നത്. എല്ലാ പ്രോസസ്സിംഗ് നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് CPU ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ ഹാർട്ട് എന്ന് ഒരു ട്രാപ്പ് ക്വസ്റ്റ്യൻ പലപ്പോഴും കാണാറുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഹാർട്ടും എന്ത് തന്നെയാണ്? CPU തന്നെയാണ്. കമ്പ്യൂട്ടറിൻ്റെ നെർവസ് സെൻറ്ററായിട്ട് അറിയപ്പെടുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. അതാണ് കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ പാർട്സ്, ഇൻപുട്ട് ഡിവൈസസ്, CPU ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് നമുക്ക് മോണിറ്റർ, പ്രിൻ്റർ, പ്ലോട്ടർ എന്നൊക്കെ പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഈ പ്ലോട്ടർ എന്ത് ഡിവൈസസ് ആണെന്ന് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആണ്. പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. WWW അഥവാ വേൾഡ് വൈഡ് വെബ് നമുക്ക് വളരെ പരിചിതമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം? ആരാണ് ഇതിന്റെ സ്ഥാപകൻ? വേൾഡ് വൈഡ് വെബ് ആരംഭിച്ചത് ടിം ബെർണേഴ്സ്-ലീ ആണ്. അദ്ദേഹം 1989 മാർച്ച് 12 വേൾഡ് വൈഡ് വെബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വേൾഡ് വൈഡ് വെബിൻ്റെ ഫെസിലിറ്റീസ് ഉള്ള ഫോണുകളെ എന്ത് ഫോണുകൾ എന്ന് PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അത്തരം ഫോണുകളാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് വെബിൻ്റെ സ്ഥാപകനായ ടിം ബെർണേഴ്സ്-ലീ ഒരു ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് നമുക്ക് ഇത്തരം വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നത്. IT കുറിച്ച് പറയുമ്പോൾ സോഫ്റ്റ്വെയർ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഏത് തരം സോഫ്റ്റ്വെയർ ആണ്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. പ്രസൻറ്റേഷന് വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയാണ്. 1975 ഏപ്രിൽ 4 മൈക്രോസോഫ്റ്റ് ആരംഭിക്കുന്നത്. ബിൽ ഗേറ്റ്സും പോൾ അലനും ചേർന്നാണ് മൈക്രോസോഫ്റ്റ് ആരംഭിക്കുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ്. ആ പുറത്താക്കിയ അതേ വർഷം തന്നെയാണ് ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ആരംഭിക്കുന്നത്, 1975. പുറത്താക്കപ്പെട്ട അതേ കോളേജ് പിൽക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ച് ആദരിച്ചിട്ടുണ്ട്. 2007 അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ആദരിച്ചു. അദ്ദേഹമാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ അധ്യപനായിട്ടുള്ളത്. മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം. മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. നമ്മൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് യൂസർ ഫ്രണ്ട്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് അത് അറിയപ്പെടുന്നത്. വിൻഡോസിൻ്റെ പല വെർഷനുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിൻഡോസ് 10 നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിൻഡോസ് ഇത്ര അധികം ആളുകളിലേക്ക് എത്താനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. ഈ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ ആണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ടൈപ്പ് സോഫ്റ്റ്വെയർ ആണെന്ന് ചോദിക്കാറുണ്ട്. അത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർഡ്വെയർ പാർട്സിനെ, ഇൻപുട്ട് ഡിവൈസസ്, CPU ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന ഹാർഡ്വെയർ ഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്ന പണിയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്കറിയാം പലതരം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്, മാക്, അങ്ങനെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. വിൻഡോസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്ത് ഉപയോഗിക്കുന്നത്. വിൻഡോസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയർ പാർട്സിനെ ഏകോപിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് യൂസിന് വേണ്ടി, പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളിതെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും, എറേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ സിസ്റ്റത്തിൽ വൈറസ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആൻറ്റിവൈറസുകൾ ഉപയോഗിക്കാറുണ്ട്. ആൻറ്റിവൈറസുകൾ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളാണ്. ഇതാണ് പ്രധാനമായും നമ്മൾ പറയുന്ന സോഫ്റ്റ്വെയറുകൾ: സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇതിൽ നേരത്തെ പറഞ്ഞ ചോദ്യം മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഏത് തരം സോഫ്റ്റ്വെയർ ആണെന്നുള്ളതാണ്. ഇത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കീബോർഡ്. കീബോർഡ് കണ്ടുപിടിച്ചതാരാണ്? കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പാർട്സിലെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കീബോർഡ്. കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ലാഥം ഷോൾസ് ആണ്. കീബോർഡ് കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ ലാഥം ഷോൾസ് തന്നെയാണ് ടൈപ്പ് റൈറ്റർ മുമ്പ് കണ്ടെത്തിയിരിക്കുന്നത്.
ടൈപ്പ് റൈറ്ററും കീബോർഡും കണ്ടുപിടിച്ച ഒരു വ്യക്തി തന്നെയാണ് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ കീബോർഡ് കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും മൗസ് കണ്ടുപിടിച്ച ആരാണെന്നുള്ള ചോദ്യം മനസ്സിൽ വരും. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് സി എംഗൽബാർട്ടാണ്. ഡഗ്ലസ് സി എംഗൽബാർട്ടാണ് മൗസ് കണ്ടുപിടിച്ചത്. മൗസിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് എന്താണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുള്ള ഒരു പേരുമായി കണക്ട് ചെയ്ത് വെച്ചാൽ അത് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും. വാൾട്ട് ഡിസ്നിയുടെ അനശ്വര കഥാപാത്രത്തിൻ്റെ പേരാണ് മിക്കി മൗസ്. മൗസിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് മിക്കിയാണ്. അങ്ങനെ എളുപ്പത്തിൽ അത് ഓർത്തെടുക്കാൻ പറ്റും. ഇനി മൗസും കീബോർഡും ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് സ്കാനറുണ്ട്. സ്കാനർ കണ്ടുപിടിച്ച് റേ കുൾസ്വെയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതെല്ലാം സാധാരണ PSCക്ക് കാണുന്ന ചോദ്യങ്ങളാണ്. ഇൻവെൻറ്റേഴ്സിൻ്റെ പേരുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഫൗണ്ടേഴ്സിൻ്റെ പേരുകൾ ചോദിക്കുമ്പോൾ ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ, ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഓൺലൈൻ സൗഹൃദ കൂട്ടായ്മയാണ് ഫേസ്ബുക്ക്. അതിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് PSC. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മാർക്ക് സൂക്കർബർഗ് ആണ്. മാർക്ക് സൂക്കർബർഗിനെ കുറിച്ച് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മാർക്ക് സൂക്കർബർഗിനെ കുറിച്ച് ഇറങ്ങിയ സിനിമയുടെ പേര് സോഷ്യൽ നെറ്റ്വർക്ക് എന്നാണ്. ഓർക്കൂട്ട് എന്ന് പറയുന്ന, അതിന് മുമ്പ് നമ്മൾ 2004 തന്നെ ഇറങ്ങിയ മറ്റൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ഓർക്കൂട്ട്. ഓർക്കൂട്ടിൻ്റെ സ്ഥാപകൻ ഓർക്കൂട്ട് ബയൂ കോക്ടനാണ്. അതുപോലെ ട്വിറ്റർ ഉപയോഗിക്കാറുണ്ട്. ട്വിറ്റർ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. ട്വിറ്ററിൻ്റെ സ്ഥാപകർ ജാക്ക് ഡോഴ്സിയും ഐവാൻ വില്യംസുമാണ്. അതുപോലെ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ചാറ്റ് ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. വാട്സപ്പ് 2009 ഇറങ്ങുന്നത്. വാട്സപ്പിൻ്റെ സ്ഥാപകർ ജാൻ കോമും ബ്രയാൻ ആക്ടനുമാണ്. IT-യുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് സൈബർ നിയമങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം ഏതായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം എന്ന് പറയുന്നത് IT ആക്ട് 2000 ആണ്. ഇത് പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം ഏതാണ്, അതിന് എത്ര ചാപ്റ്ററുകൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് 13 ചാപ്റ്ററുകളുണ്ട്, 94 സെക്ഷനുകളുണ്ട്. അതുപോലെ IT ആക്ട് ഭേദഗതി ചെയ്ത് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 2008 ഭേദഗതി ചെയ്തത്. IT ആക്ട് 2000 ഇന്ത്യയിൽ പാർലമെന്റിൽ പാസ്സാക്കിയത് 2000 ജൂൺ 9 അത് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2000 ഒക്ടോബർ 17 ഇത് രണ്ടും നല്ല പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ഓർത്തുവെക്കേണ്ട ചോദ്യങ്ങളാണ്. പാർലമെന്റിൽ പാസ്സാക്കിയത് 2000 ജൂൺ 9 ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2000 ഒക്ടോബർ 17 ഇതിന്റെ ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 2008 ഇന്ത്യയിലെ സൈബർ നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ PSC പരീക്ഷകൾ ചോദിക്കുന്നത് 66 എന്ന സെക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. 66 ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. ഹാക്കിങ്ങിൻ്റെ സെക്ഷനാണ് 66 എന്ന് പറയുന്നത്. ഹാക്കിംഗ് ചെയ്താലുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചൊക്കെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്നുകിൽ 3 വർഷം ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ ഫൈൻ 5 ലക്ഷം രൂപ വരെയാവും. ഇതാണ് അതിൻ്റെ പണിഷ്മെൻറ്റ് വരുന്നത്. 66A എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതി റദ്ദു ചെയ്ത സെക്ഷനാണ്. അത് ഒഫൻസീവ് മെസ്സേജുകൾ അയക്കുന്നതിൻ്റെ സെക്ഷനാണ് 66A എന്ന് പറയുന്നത്. 66B എന്ന് പറയുന്നത് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സിന്റെ സെക്ഷനാണ്. 66C എന്ന് പറയുന്നത് ഒരാളുടെ വിവരങ്ങൾ ഓൺലൈനിൽ മോഷ്ടിക്കുന്നതിന്, അതിന്റെ സെക്ഷനാണ് 66C. ഇങ്ങനെ 66മായി ബന്ധപ്പെട്ട സെക്ഷനുകളാണ് കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളത്. 66D എന്ന് പറയുന്നത് ഒരാളെ ഓൺലൈൻ വഴി ചീറ്റ് ചെയ്യാം, അത് സെക്ഷനാണ് 66D. അതുപോലെ 66E എന്ന് പറയുന്നത് സ്വകാര്യതകളുടെ ലംഘനമാണ്. 66F ആണ് കൂടുതൽ തവണ PSC ചോദിച്ചിരിക്കുന്നത്. സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 66F എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട 66മായി കണക്റ്റഡ് ആയിട്ടുള്ള സൈബർ സെക്ഷനുകൾ. ഇതല്ലാതെ 67A എന്ന് പറയുന്നത് അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, അതിൻ്റെ ട്രാൻസ്മിഷൻ നടത്തുക, ഇതൊക്കെ പെടുന്ന സെക്ഷനാണ് 67A. അത് ചൈൽഡ് പോണോഗ്രാഫി ആണെങ്കിൽ 67B ആണ്. വൈറസുകൾ എന്ന് പറയുന്നത് പലതരത്തിലും PSC മാറ്റിമറിച്ച് ചോദിച്ചിട്ടുണ്ട്. വൈറസിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈറസിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നാണ്. അതുപോലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ക്രീപ്പർ ആണ്. 1983 ആരാണ് വൈറസ് എന്ന പദം നിർവചിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഫ്രെഡ് കോഹനാണ്. ഇതെല്ലാം PSCയുടെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾക്ക് നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഏരിയയാണ് വൈറസുകൾ അല്ലെങ്കിൽ മാൽവെയറുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇമെയിലിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് റേ ടോമിലിൻസൺ ആണ്. ഇമെയിലുകൾ നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ളത് യാഹൂ, ഹോട്ട്മെയിൽ, ജിമെയിൽ, ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ കേട്ടിട്ടുള്ള മെയിലുകൾ. യാഹൂ ആരംഭിച്ച വർഷം വളരെ പ്രാധാന്യമുണ്ട്. യാഹൂ ആരംഭിച്ചത് 1994 യാഹൂവിൻ്റെ സ്ഥാപകർ ജെറി യാങ്ങും ഡേവിഡ് ഫിലോയുമാണ്. 96
ഹോട്ട്മെയിൽ ആരംഭിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് സബീർ ഭാട്ടിയ എന്നാണ്. ഹോട്ട്മെയിലിന്റെ സ്ഥാപകൻ ആരാണെന്നുള്ളത് ഡിഗ്രി ലെവൽ അല്ലാത്ത പരീക്ഷകളിലും PSC ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. ഹോട്ട്മെയിലിന്റെ സ്ഥാപകൻ സബീർ ഭാട്ടിയയാണ്. 2004 ജിമെയിൽ ആരംഭിക്കുന്നത്. പോൾ ബുച്ചൈറ്റ് എന്ന് പറയുന്ന ഒരു ഗൂഗിളിലെ ജീവനക്കാരനാണ് 2004 ജിമെയിൽ ആരംഭിക്കുന്നത്. 96 ആരംഭിച്ച ഹോട്ട്മെയിൽ 97 മൈക്രോസോഫ്റ്റിന്റെ കോ-ഫൗണ്ടർ ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ് വാങ്ങിക്കുന്നത്. പിന്നീട് അദ്ദേഹം പേര് മാറ്റുകയും അത് ഔട്ട്ലുക്ക് എക്സ്പ്രസ് എന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിച്ചിട്ടുള്ള മെയിലുകളാണ്. മെയിലുകളുമായി ബന്ധപ്പെട്ട് ചില സൈബർ ക്രൈംസും കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇമെയിൽ ബോംബിംഗ്, ഇമെയിൽ സ്പൂഫിംഗ്, ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്ന 3 സൈബർ ക്രൈമുകൾ PSCയുടെ ബിരുദതല ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് സ്ഥിരം കാണാൻ സാധിക്കും. ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന മെയിലുകളുടെ ഒറിജിൻ ഒളിച്ചു വയ്ക്കുന്ന ടെക്നിക്കാണ്. അല്ലെങ്കിൽ നമുക്ക് വരുന്ന മെയിലുകളുടെ ഒറിജിൻ വ്യാജമായിരിക്കും. വ്യാജ ഒറിജിനിൽ നിന്നായിരിക്കും നമുക്ക് മെയിലുകൾ വരുന്നത്. ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് നിയമവിരുദ്ധമാണ്. IPC 463 പ്രകാരം അത് പണിഷബിളാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ആളുകൾ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തരം ക്രൈമാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത് ഒരു മെയിലിലേക്ക് തുടർച്ചയായി മെയിലുകൾ പ്രവഹിക്കുന്ന പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ബോംബിംഗ് ആണ്, ഇമെയിൽ ഉപയോഗിച്ചുള്ള ബോംബിംഗ് ആണ് സംഭവിക്കുന്നത്. ഇമെയിൽ സ്പാം എന്ന് പറയുന്നത് നമ്മുടെ മെയിലുകളിലേക്ക് വരുന്ന അനാവശ്യ മെയിലുകളെ, ജങ്ക് മെയിലുകളെ വിളിക്കുന്ന പേരാണ് ഇമെയിൽ സ്പാം എന്ന് പറയുന്നത്. ഇതാണ് 3 ഇമെയിലുമായി ബന്ധപ്പെട്ട സൈബർ ക്രൈമുകൾ: ഇമെയിൽ ബോംബിംഗ്, ഇമെയിൽ സ്പൂഫിംഗ്, ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളിൽ സോഫ്റ്റ്വെയർ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ ആരാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ല. പക്ഷേ ലിനക്സ് എന്ന് പറയുന്നത്, ലിനക്സിൻ്റെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻസും നമുക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാവുന്നതാണ്. കാരണം ലിനക്സിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് ഓപ്പൺ ആണ്, ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ലിനക്സിനുണ്ട്. ലിനക്സ് എന്ന് പറയുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. ലിനക്സ് ടോർവാൾഡ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് വികസിപ്പിച്ചെടുത്തത്. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. പലപ്പോഴും കാണാറുള്ള ചോദ്യമാണ്, വിൻഡോസിൻ്റെ സോഴ്സ് കോഡ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നു, ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം നമുക്ക് കാണാറുണ്ട്, അല്ലെങ്കിൽ ലിനക്സിൻ്റെ. അപ്പോൾ അതിനാദ്യം നമ്മൾ സോഴ്സ് കോഡ് എന്ന പദം എന്താണെന്ന് അറിയണം. സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്ന ഒരു സോഫ്റ്റ്വെയർ സ്വാഭാവികമായും അതിൻ്റെ സോഴ്സ് കോഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. അവരുടെ പ്രോഗ്രാം എങ്ങനെ ചെയ്തിരിക്കുന്നു മറ്റുള്ളവർ അറിയാൻ അവർക്ക് താല്പര്യമില്ല, അതവരുടെ ബിസിനസ്സാണ്. നേരെ മറിച്ച് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളിൽ ഈ സോഴ്സ് കോഡ് തുറന്നു വെച്ചിരിക്കും. ആർക്ക് വേണമെങ്കിലും അത് വായിച്ചു നോക്കാനും ഡെവലപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും റിച്ചാർഡ് സ്റ്റോൾമാൻ തൻ്റെ പ്രശസ്തമായ ലേഖനത്തിന് റൈറ്റ് ടു റീഡ് എന്ന പേരിടാനായിട്ടുള്ള കാരണം. ഈ സോഴ്സ് കോഡ് വായിക്കാനുള്ള അവകാശമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ലോകത്ത് ജനങ്ങൾക്ക് ഇത്രയധികം കമ്പ്യൂട്ടർ അവയർനെസ് ഉണ്ടാവാനുള്ള കാരണക്കാരനാണ് റിച്ചാർഡ് സ്റ്റോൾമാൻ. അദ്ദേഹമാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ഗുരുകുലം PSC കോച്ചിംഗ് സെന്റർ മുക്കം റേഡിയോ ഗൈഡ്. സർക്കാർ ജോലി കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസല്ലേ? നീ ഗുരുകുലത്തിൽ ചേർന്ന് പഠിക്കും, ജോലി നിന്നെ തേടി വന്നോളൂ. PSC ഉയർന്ന റാങ്കുകൾ നിരന്തരം മലയോര മേഖലയിൽ എത്തിക്കുന്ന സ്ഥാപനം ഗുരുകുലം PSC കോച്ചിംഗ് സെന്റർ മുക്കം. ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. ഫോൺ 8893083048. IT എന്ന വിഷയത്തിൽ ചുരുക്കപ്പേരുകൾ ധാരാളമായി കാണാറുണ്ട്. അതൊന്ന് വിശദീകരിക്കും. മത്സര പരീക്ഷകളിൽ തീർച്ചയായും ഇത്തരം ചുരുക്കനാമങ്ങൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചില ചുരുക്കനാമങ്ങൾ, പ്രത്യേകിച്ചും നമുക്ക് 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ HTML പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അതുപോലെ എപ്പോഴും കാണുന്ന മറ്റൊരു ചോദ്യമാണ് GUI എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. അതുപോലെ മെയിലിൻ്റെ 2 പ്രോട്ടോകോൾസ്, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതുപോലെ POP പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. അതുപോലെ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതാണ് HTTP എന്ന് പറയുന്നത്. HTTPS ആണ് കൂടുതൽ സെക്യൂർഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ. HTTPS ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതുപോലെ വൈറസിന്റെ ഫുൾ ഫോം വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നാണ്. യാഹുവിന്റെ ഫുൾ ഫോം വരുന്നത് യെറ്റ് അനദർ ഹൈറാർക്കിയൽ ഒഫീഷ്യസ് ഒറക്കിൾ എന്നാണ്. ഇതെല്ലാം മുൻവർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചുരുക്ക രൂപങ്ങളാണ്. അപ്പോൾ തീർച്ചയായും
തീർച്ചയായും മാക്സിമം ചുരുക്കരൂപങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ചില എക്സാമുകളിൽ 10 മാർക്കിൽ 3 മാർക്ക് വരെ ചുരുക്കരൂപങ്ങൾ ചോദിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറിലെ ഭാഷകൾ, ആ ഭാഗമൊന്ന് നോക്കിയാലോ? കമ്പ്യൂട്ടറിൻ്റെ ഭാഷകളെക്കുറിച്ച് പ്രത്യേകിച്ചും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഭാഷകൾ വികസിപ്പിച്ചെടുത്ത ആ വ്യക്തികളുടെ പേരുകളാണ്. സി എന്ന് പറയുന്ന ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ഭാഷ വികസിപ്പിച്ചെടുത്തത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. സി ലാംഗ്വേജ് വികസിപ്പിച്ചെടുത്തത് ഡെന്നീസ് റിച്ചിയാണ്. നമ്മളെല്ലാവരും കേട്ടുപരിചയമുള്ള മറ്റൊരു പ്രശസ്തമായ ഭാഷയാണ് ജാവ. ജാവ വികസിപ്പിച്ചെടുത്തത് ജെയിംസ് ഗോസ്ലിംഗ് ആണ്. പഴയ ഒരു ചോദ്യം എടുക്കുകയാണെങ്കിൽ, PSCയുടെ ചോദ്യം എടുക്കുകയാണെങ്കിൽ, ജാവയുടെ പഴയ പേര് എന്താണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഓക്ക് എന്നാണ്. ഓക്ക് എന്ന് പേരിടാൻ കാരണം ഈ ഭാഷ വികസിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇവര് റെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരുന്നത് ഓക്ക് മരത്തിന്റെ ചൂട്ടിലാണെന്നും അങ്ങനെയാണ് പേരിട്ടതെന്ന് പറയുന്നു. പിൽക്കാലത്ത് ആ പേര് മാറ്റിയിട്ടാണ് ജാവ എന്നാക്കിയത്. ജാവയുടെ അർത്ഥം എന്ന് പറയുന്നത് കോഫി എന്നാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് അവർ കൊടുത്ത രസകരമായ പേരുകളാണ്. സി ലാംഗ്വേജ് വികസിപ്പിച്ചെടുത്ത് ഡെന്നീസ് റിച്ചിയും ജാവ വികസിപ്പിച്ചെടുത്തത് ജെയിംസ് ഗോസ്ലിംഗുമാണ്. ബിസിനസ് ഫീൽഡിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലാംഗ്വേജാണ് കൊബോൾ, കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കൊബോൾ വികസിപ്പിച്ചെടുത്തത് ഗ്രേസ് മുറേ ഹോപ്പർ ആണ്. കൊബോളിന്റെ പൂർണ്ണരൂപം കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്നാണ്. കൊബോളിലെ ബി എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊരു ചോദ്യം വരെ PSC ചോദിച്ചിട്ടുണ്ട്. കൊബോളിലെ ബി ബിസിനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ സയന്റിഫിക് ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഫോർട്രാൻ. ഇതെല്ലാം പരസ്പരം സാധാരണഗതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളാണ്. ഇനി നമുക്ക് PSCയുടെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തതേത് എന്നൊരു ചോദ്യം കാണാറുണ്ട്. അതിൻ്റെ ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, MS ഓഫീസ്, സഫാരി, മോസില്ല ഫയർഫോക്സ് എന്നിവയാണ്. നമുക്കറിയാം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആപ്പിൾ സഫാരി ആപ്പിളിൻ്റെയാണ്. ആപ്പിൾ ആരംഭിക്കുന്നത് 1976 ഏപ്രിൽ 1-നാണ്. സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വോസിനിയാക്കും റൊണാൾഡ് വെയിനും ചേർന്നാണ് ആപ്പിൾ ആരംഭിക്കുന്നത്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ആപ്പിൾ സഫാരി, മോസില്ല ഫയർഫോക്സ് എല്ലാം വെബ് ബ്രൗസറുകളാണ്. അതിൽ പെടാത്തത് MS ഓഫീസ് ആണ്. MS ഓഫീസ് എന്ന് പറയുന്നത് ഒരു പാക്കേജ് ആണ്. നമുക്കറിയാം കമാൻഡുകളുടെ കളക്ഷൻ നമ്മൾ പ്രോഗ്രാം എന്ന് പറയും, പ്രോഗ്രാമിന്റെ കളക്ഷൻ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയും, സോഫ്റ്റ്വെയറുടെ കളക്ഷനാണ് പാക്കേജ് എന്ന് പറയുന്നത്. വിൻഡോസിന്റെ ഒരു ഓഫീസ് പാക്കേജ് ആണ് MS ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ വെബ് ബ്രൗസർ അല്ലാത്തത് നമ്മുടെ ഓഫീസ് പാക്കേജ് ആയിട്ടുള്ള MS ഓഫീസ് ആണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ആപ്പിൾ സഫാരിയാണ്. ഗുരുകുലം PSC കോച്ചിംഗ് സെന്റർ മുക്കം റേഡിയോ ഗൈഡ്. സർക്കാർ ജോലി കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസല്ലേ? നീ ഗുരുകുലത്തിൽ ചേർന്ന് പഠിക്കും, ജോലി നിന്നെ തേടി വന്നോളൂ. PSC ഉയർന്ന റാങ്കുകൾ നിരന്തരം മലയോര മേഖലയിൽ എത്തിക്കുന്ന സ്ഥാപനം ഗുരുകുലം PSC കോച്ചിംഗ് സെന്റർ മുക്കം. ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. ഫോൺ 8893083048. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 4 ബിറ്റുകളുടെ ശേഖരത്തെ എന്തു പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഓപ്ഷനുകളായിട്ട് തന്നിട്ടുള്ളത് നിബിൾ, ബൈറ്റ്, വേർഡ്, ഡബിൾ വേർഡ് എന്നിവയാണ്. ഇതിൽ നമുക്ക് നന്നായിട്ട് അറിയാം 4 ബിറ്റുകൾ ചേർന്നതിന് ഒരു നിബിൾ എന്നാണ് പറയുക. മെമ്മറിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4 ബിറ്റുകൾ ചേർന്നതാണ് ഒരു നിബിൾ, 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു ചോദ്യം കൂടിയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ബൈറ്റ് എത്ര നിബിളാണ് എന്നുള്ളത്. ഒരു ബൈറ്റ് 2 നിബിളാണ്. 1024 ബൈറ്റുകൾ ചേർന്നതാണ് ഒരു കിലോ ബൈറ്റ്. 1024 കിലോ ബൈറ്റുകൾ ചേർന്നതാണ് ഒരു മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റുകൾ ചേർന്നതാണ് ഒരു ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റുകൾ ചേർന്നതാണ് ഒരു ടെറാബൈറ്റ്. CPU-നകത്തെ ഒരു പ്രധാന ഭാഗമായ മെമ്മറി യൂണിറ്റിനെ കമ്പ്യൂട്ടറിന്റെ നെർവ് സെന്റർ എന്നാണ് പറയുന്നത്. മറ്റൊരു മുൻവർഷ ചോദ്യമാണ്, വോക്കി ടോക്കി ഏത് തരം ഡാറ്റ ട്രാൻസ്മിഷന് ഉദാഹരണമാണ്? അതിന് ഓപ്ഷനുകളായി തന്നിരിക്കുന്നത് സിംപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, ഡ്യൂപ്ലെക്സ്, നൺ ഓഫ് ദീസ് എന്ന 4 ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഡാറ്റ ട്രാൻസ്മിഷൻ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമുള്ളത് നമുക്ക് സിംപ്ലെക്സ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റേഡിയോ, ടെലിവിഷൻ ഇതൊക്കെ സിംപ്ലെക്സ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ ഉദാഹരണങ്ങളാണ്. ഇനി ഹാഫ് ഡ്യൂപ്ലെക്സ് ആവുമ്പോൾ ഡാറ്റ ട്രാൻസ്മിഷൻ 2 ഭാഗത്തേക്കും ഉണ്ട്, പക്ഷെ ഒരു സമയത്ത് ഒരു ഭാഗത്തേക്ക് മാത്രമേ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് നല്ലൊരു ഉദാഹരണം പറയാവുന്നത് വോക്കി ടോക്കിയാണ്. മറ്റൊരു ഡാറ്റ ട്രാൻസ്മിഷൻ മോഡാണ് ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ, ടെലിഫോണിൽ എല്ലാം ഫുൾ ഡ്യൂപ്ലെക്സ് ഡാറ്റ ട്രാൻസ്മിഷൻ ഉദാഹരണങ്ങളാണ്. കാരണം ഒരേ സമയം ഡാറ്റ ട്രാൻസ്മിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും
അങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്കറിയാം വോക്കി ടോക്കി ഏത് തരം ഡാറ്റ ട്രാൻസ്മിഷൻ ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ രണ്ട് ഭാഗത്തേക്കും ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല, ഒരു സമയത്ത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഡാറ്റ ട്രാൻസ്മിഷൻ ഉള്ളൂ. ഇത് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്ന ഡാറ്റ ട്രാൻസ്മിഷന് ഉദാഹരണമാണ്. ഹാക്കിംഗ് ഏതു സെക്ഷനിൽ പെടുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 66 ഹാക്കിങ്ങിന്റെ സെക്ഷൻ. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന മറ്റു ചില കാര്യങ്ങൾ. എന്താണ് വൈറ്റ് ഹാക്കിംഗ്? സതുദ്ദേശത്തോടുള്ള ഹാക്കിങ്ങിനെയാണ് നമ്മൾ വൈറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഒരാളുടെ വിവരങ്ങൾ മറ്റൊരാൾ ശേഖരിക്കുന്നത് എങ്ങനെയാണ് സതുദ്ദേശമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. രാജ്യസുരക്ഷയുടെ ഭാഗമായി പോലീസ് ഓഫീസേഴ്സൊക്കെ നടത്തുന്ന ഇത്തരം ഹാക്കിങ്ങിനെയാണ് നമ്മൾ വൈറ്റ് ഹാക്കിംഗ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ഹാക്കിംഗ് എന്നാൽ ദുരുദ്ദേശപരമായ ഹാക്കിംഗ് ആണ്. നല്ല ഉദ്ദേശങ്ങളൊന്നും തന്നെ അതിനകത്തില്ല. ഇനി രണ്ടുദ്ദേശവും മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അത്തരം ഹാക്കിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ചില കേസുകളിൽ ഒരാളുടെ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ചിലപ്പോൾ ഒരു വെബ്സൈറ്റ് അങ്ങനെ തന്നെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നതിനെയാണ് വെബ് ജാക്കിംഗ് അല്ലെങ്കിൽ വെബ് ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നല്ല ചോദ്യങ്ങളാണ്. സതുദ്ദേശമുള്ള ഹാക്കിങ്ങിന് വൈറ്റ് ഹാക്കിംഗ്, ദുരുദ്ദേശത്തോടുള്ള ഹാക്കിങ്ങിന് ബ്ലാക്ക് ഹാക്കിംഗ്, രണ്ടുദ്ദേശം കൂടെ ചേർന്നതാണെങ്കിൽ അതിന് ഗ്രേ ഹാക്കിംഗ്, വെബ്സൈറ്റുകളാണ് ഹാക്ക് ചെയ്ത് പോകുന്നതെങ്കിൽ അതിന് വെബ് ജാക്കിംഗ് അല്ലെങ്കിൽ വെബ് ഹൈജാക്കിംഗ് എന്നാണ് പറയുക. മറ്റൊരു പ്രധാന ചോദ്യമാണ് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ഏതാന്നുള്ളത്. മെമ്മറിയുടെ ഹൈറാർക്കി പരിശോധിക്കുകയാണെങ്കിൽ രജിസ്റ്റർ, ക്യാഷ് മെമ്മറി, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ഏറ്റവും വേഗതയേറിയതും ഏറ്റവും എക്സ്പെൻസീവ് ആയതും ഏറ്റവും സൈസ് കുറഞ്ഞതുമായ മെമ്മറിയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് നമുക്ക് ക്യാഷ് മെമ്മറി, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഇതിൽ എപ്പോഴും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൈമറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറിക്ക് രണ്ട് ഉദാഹരണങ്ങളാണ് റാമും റോമും. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. റാമും റോമും എന്തിന് ഉദാഹരണങ്ങളാണ്? ഏത് ടൈപ്പ് മെമ്മറിയാണ്? അത് വോളറ്റൈൽ ആണോ നോൺ വോളറ്റൈൽ ആണോ എന്നൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡറി മെമ്മറി ഉണ്ട്. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ചത് റേ ജോൺസൺ ആണ്. CD കണ്ടുപിടിച്ചത് ജെയിംസ് ടി റസൽ ആണ്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് അലൻ ഷുഗാർട്ട് ആണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറി ഏതാന്നുള്ളതാണ്. അത് ക്യാഷ് മെമ്മറിയാണ്. കൺട്രോൾ ഓൾട്ട് ഷിഫ്റ്റ് കീസ് ഏത് പേരിൽ അറിയപ്പെടുന്നെന്ന് ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലെ ഇൻപുട്ട് ഡിവൈസുകളിൽ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡിലെ കീസാണ് കൺട്രോൾ ഓൾട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്ന കീസ്. അത് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം. പൊതുവായിട്ടുള്ളൊരു കീബോർഡിൽ 104 കീസാണുള്ളത്. അതിൽ ഏറ്റവും വലിയ കീ ഏതാണെന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ കീ ആണ് സ്പേസ് ബാർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കൺട്രോൾ ഓൾട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത് മോഡിഫയർ കീസാണ്. ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്, സ്ക്രോൾ ലോക്ക് എന്ന് പറയുന്ന കീസ് ഉണ്ട്. അതിനും ഇതുപോലൊരു പേര് പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ ടോഗിൾ കീസ് എന്നാണ് പറയുക. ടോഗിൾ കീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കീക്കകത്ത് 2 ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പൊ ക്യാപ്സ് ലോക്കിനകത്ത് ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യാനും ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യാനും നമ്മൾ ഒരു കീ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് നമുക്കറിയാം. ഒരു കീയിൽ 2 ഫംഗ്ഷൻ ഉണ്ട്. 2 ഫംഗ്ഷനുള്ള കീസിനെ വിളിക്കുന്ന പേരാണ് ടോഗിൾ കീസ് എന്ന് പറയുന്നത്. IT-യുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? ഇതിനു മുൻപ് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്? നല്ലൊരു ചോദ്യം കൂടിയാണ്. ദേശീയ സ്കൂൾ കമ്പ്യൂട്ടർ വൽക്കരണ പദ്ധതി ഏതാന്നുള്ളത്. അത് വിദ്യാവാഹിനിയാണ്. ഇനി കേരളത്തിലെ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ. അക്ഷയ പ്രൊജക്റ്റ് ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. അക്ഷയയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് നവംബർ 30 ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ കൂടിയാണ്. ഇന്നത്തെ റേഡിയോ ഗൈഡിൽ നമ്മളോട് സംസാരിച്ചത് മത്സര പരീക്ഷാ ട്രെയിനറായ TV സന്ദീപാണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9349210320. ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ IT ആൻഡ് സൈബർ ലോ അവതരിപ്പിച്ചത് മത്സര പരീക്ഷാ ട്രെയിനറായ TV സന്ദീപ്. യുവവാണി സമാപിച്ചു. സഹായം ജയൻ മുത്തേരി, ജിഷ്ണ. റേഡിയോ ഗൈഡ് കേട്ടു പഠിച്ചെഴുതാം മത്സര പരീക്ഷകൾ. ആകാശവാണി മഞ്ചേരി യുവവാണി റേഡിയോ ഗൈഡ് അടുത്ത വ്യാഴാഴ്ച 8 മണിക്ക്.